കൊച്ചിയിലേക്കാണ് മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം അല്പസമയത്തിനകം തുടങ്ങും. മെട്രോ സർവീസ് അവസാനിച്ചതിന് ശേഷമാണ് ഈ ദൗത്യം പുനരാരംഭിക്കുക. എസ് രാഗനുണ്ട് വിശദാംശങ്ങളുമായി. രാഗൻ, നേരത്തെ ഈ ദൗത്യം നിർത്തിവെച്ചിരുന്നു, ഇപ്പോൾ പുനരാരംഭിക്കാൻ പോവുകയാണല്ലേ? അല്പസമയത്തിനകം തന്നെയായിരിക്കും ഈ ദൗത്യം പുനരാരംഭിക്കുക. കാരണം മെട്രോ സർവീസ് അവസാനിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ തീർപ്പാക്കിയ ശേഷമായിരിക്കും ഫയർഫോഴ്സ് യൂണിറ്റും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വിഭാഗങ്ങളും എത്തി ഇക്കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല, കൊച്ചിയിൽ ചെറിയ മഴയുമുണ്ട്. അപ്പോൾ ഫയർഫോഴ്സുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൂട് വയ്ക്കുക, കൂട് വെച്ച ശേഷം ഈ പൂച്ചയെ അതിൽ കൊടുക്കുക, അതിനുശേഷം പൂച്ചയെ രക്ഷിക്കുക. ഇതാണ് ദൗത്യത്തിന്റെ പ്ലാനിംഗ് ആയി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം മഴയും ഇരുട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അടുത്ത ദിവസം എടുക്കുക എന്നതാണ് ദൗത്യം. നേരത്തെ ഉച്ചയ്ക്കും അതോടൊപ്പം തന്നെ വൈകിട്ടും ഒക്കെ തന്നെ ഏറെ സമയം ഫയർഫോഴ്സ് ഈ പൂച്ചയെ കണ്ടെത്തി അതോടൊപ്പം തന്നെ താഴെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. അതുകൊണ്ടാണ് രാത്രി ഈ മെട്രോ സർവീസ് അവസാനിച്ച ശേഷം നിശ്ചയിച്ചത്. പക്ഷെ അപ്പോൾ ചെറിയ മഴയും അതോടൊപ്പം തന്നെ ഇരുട്ടിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു കാര്യം ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പൂച്ച ഈ പറയുന്ന മെട്രോ സ്റ്റേഷന്റെ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന്റെ തൊട്ട് സമീപമുള്ള 556 നമ്പർ പില്ലറിൽ കുടുങ്ങിയിട്ട് പൂച്ചയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് മൃഗസ്നേഹികളടക്കം പറയുകയും അതോടൊപ്പം തന്നെ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ മറ്റു വിഭാഗങ്ങളൊക്കെ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാത്രി ഒരു 12 മണിക്ക് ശേഷം ഈ ഫയർഫോഴ്സ് വിഭാഗങ്ങൾ ഇവിടെ എത്തി ഈ പറയുന്ന ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മുകളിലെത്തി ഒരു കൂട് സ്ഥാപിക്കാനാണ് ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. രാഗൻ, ഈ 7-8 ദിവസമായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണല്ലോ അങ്ങനെ പില്ലറിൽ ഒരു പൂച്ച കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം എത്തുന്നതും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തുന്നതും. പക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ പൂച്ചയുടെ ആരോഗ്യനില വല്ലാതെ അവസ്ഥയിലാണ് എന്നുള്ളത് കൂടി തോന്നുന്നുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ രക്ഷാദൗത്യം നടത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയല്ലേ? തീർച്ചയായും ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. മുൻപും ഇതേപോലെ ഈ മെട്രോ പില്ലറിലും തൂണുകളിലും ഒക്കെ തന്നെ പൂച്ചകൾ കുടുങ്ങിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ അത് ഈ പറയുന്നത് പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ പൂച്ചയ്ക്ക് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നേരത്തെ ഫയർഫോഴ്സ് വിഭാഗം അടക്കം പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നും അവർ നേരത്തെ പരിശോധിച്ച ശേഷം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ കുടുങ്ങിയ പൂച്ചയെ താഴെ എത്തിക്കുക എന്നത് തന്നെയാണ് ഫയർഫോഴ്സ് വിഭാഗത്തിന്റെ അടക്കം പ്രധാനപ്പെട്ട ദൗത്യം. അതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ എത്തി പരിശോധിച്ച് താഴെ ഇറക്കാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. മറിച്ച് ഇത്തരത്തിലൊരു കൂട് വെച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഈ പൂച്ചയ്ക്ക് ചെറിയ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ മെട്രോയുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു ക്രമീകരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി, കുറച്ച് സമയത്തിനകം തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കുമെന്നാണ് എസ് രാഗൻ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.